ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വില്ല പ്രൊജക്ടിന്റെ ടോട്ടലായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രൊജക്ട് എങ്ങനെയാണ് നമുക്ക് എൻക്വയറി വന്നത്, എങ്ങനെയാണ് നമ്മൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വട്ടം നമ്മൾ നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ പ്രൊജക്ടിന്റെ ടോട്ടലായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. നമ്മുടെ ടോട്ടലായിട്ടുള്ള ഡിസൈൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്ടിന്റെ ഫസ്റ്റ് എൻക്വയറി വന്നത് ഇതിനെ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് വേണം എന്നുള്ള റിക്വയർമെന്റിലാണ് ഈ പ്രൊജക്ടിന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്റെ ടോട്ടലായിട്ടുള്ള ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മളിത് എത്തിച്ചത്. ഏറ്റവും ഫസ്റ്റ് പേജിൽ അവരുടെ ഏറ്റവും പ്രൈം റിക്വയർമെന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിന്റെ ഒരു ലേഔട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ക്ലയന്റിന്റെ ഡീറ്റെയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വില്ല പ്രൊജക്ടിന്റെ ഓരോ ഏരിയയും എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഓരോ ഏരിയയുടെയും 3D ചെയ്തിട്ടുള്ള വ്യൂകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോർമൽ ലിവിങ്ങിന്റെ ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫോർമൽ ലിവിങ്ങിന്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ബ്രൗൺ, ബേജ്, ഗോൾഡ് എന്നുള്ള ഒരു 3 കളറിന്റെ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ കോമൺ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി നമ്മൾ ഈ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാർക്ക് ഗ്രേ, അതുപോലെ തന്നെ ഒരു ലൈറ്റർ ഗ്രേ, പിന്നെ ഒരു വൈറ്റ് എന്നീ 3 കളർ കോമ്പിനേഷനിലായിരുന്നു ഇനീഷ്യലി നമ്മൾ ഈ ഡിസൈൻ തുടങ്ങിയത്. പക്ഷെ കിച്ചണിന്റെ ഏരിയ വന്നപ്പോൾ ഇവർക്ക് ഒരു ബ്രൗൺ കിച്ചൺ വേണം എന്നുള്ളതാണ് ക്ലയന്റിന്റെ റിക്വയർമെന്റ്. അപ്പോൾ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന ആ ഒരു ഏരിയ ഗ്രേയും പിന്നീട് കുറച്ച് അങ്ങോട്ട് ഓപ്പൺ ആയിട്ടുള്ള കിച്ചൻ്റെ അവിടത്തോട്ട് വരുമ്പോഴേക്കും അതൊരു ബ്രൗണിലോട്ട് പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കോമൺ ഏരിയ, അതായത് ഓപ്പൺ ആയിട്ട് വരുന്ന എല്ലാ കോമൺ ഏരിയാസും നമ്മൾ ഈ പറയുന്ന ബ്രൗൺ, ബേജ്, ഗോൾഡ് തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ. അപ്പോൾ ഇതിൽ നമുക്ക് TV വോളും അതുപോലെ തന്നെ TV വോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്യാബിനറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാബിനറ്റ് ക്ലയൻറ്റിൻ്റെ വലിയൊരു റിക്വയർമെൻ്റ് ആയിരുന്നു. ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ടൊരു കൺസോള് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് വേണമെന്നുള്ളത്. കാരണം അവർ ട്രാവൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ക്യൂരിയോസോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ എന്നുള്ള രീതിയിലാണ് അവർ ഈ റൈറ്റ് സൈഡിൽ ഒരു ക്യാബിനറ്റ് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ക്യാബിനറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. സെൻട്രൽ പോർഷനിലായിട്ട് TV, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ റിക്വയർമെൻ്റ് ഉള്ള ഒരു ഓപ്പൺ ക്യാബിനറ്റ്, പിന്നെ അതുപോലെ തന്നെ നോർമൽ ഷട്ടേഴ്സുള്ള ഹിഡൻ ആയിട്ട് വെക്കുന്ന പാർട്ടുള്ള ഒരു ക്യാബിനറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. TV വോളിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ലൂവർ ഡിസൈനാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ കാണുന്ന ഭാഗത്ത് നമ്മളൊരു വാൾപേപ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് വാൾപേപ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഡിസൈനിൽ. അപ്പോൾ കൂടുതൽ ബെഡ്റൂമുകളിലാണെങ്കിലും സ്റ്റെയർ ഏരിയയുടെ എവിടേക്കാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാൾപേപ്പർ ഈ ഒരു ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിൽ നമ്മൾ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ നമ്മൾ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രലായിട്ടൊരു ഫാൻ വരുന്നുണ്ട്. ഒരു 3 സീറ്റർ പിന്നെ 2 സിംഗിൾ ആയിട്ടുള്ള സീറ്ററുമാണ് ഈ ഒരു ഫോർമൽ ലിവിങ്ങിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത്. 2 വോളായിട്ടാണ് നമുക്ക് വിൻഡോ വരുന്നത്. ആ വിൻഡോയിൽ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള കർട്ടനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ കർട്ടൻ്റെ ബോക്സിങ്ങിന്റെ മുകളിലാണ് നമ്മൾ ഇതിന്റെ AC നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത് ആയിട്ടുള്ള കർട്ടനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഫോർമൽ ലിവിങ്ങിന്റെ 3ാമത്തെ സൈഡാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് എൻട്രി വരുന്ന ഡോർ വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ അവരുടെ എലിവേഷനിൽ ഓൾറെഡി ഉണ്ട്. ഒരു പെർഗോള പോലെ ഒരു ഹോൾ വരുന്ന ഒരു ഏരിയ അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലൈവുഡ് വിത്ത് വെനിയർ ഫിനിഷിലാണ് നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ഒരു ബോക്സി ഡിസൈൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹോള് ഓൾറെഡി അവിടെ കൺസ്ട്രക്ഷൻ അവരുടെ എലിവേഷൻ്റെ പാർട്ടായിട്ട് വരുന്ന ഹോളാണ്. എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഹോൾസാണിത്. അപ്പോൾ അതും നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലോട്ട് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ബോക്സ് വരുന്ന ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തത്. 2 സൈഡിലും ഗോൾഡൻ്റെ സ്ട്രിപ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ 3 സീറ്റർ സോഫ കാണാം. ഈ സൈഡിലായിട്ട് നമുക്ക് 2 സിംഗിൾ സീറ്റർ സോഫയും നമുക്ക് കാണാം.
പിന്നീട് നമ്മൾ ഫോർമൽ ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പാസേജ് പോലെ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു മിറർ ഡിസൈനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു പാസേജ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വലിയൊരു ഏരിയ ആയിട്ട് തോന്നാനായിട്ട് ഒരു മിറർ പാനലിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഫുൾ ഹൈറ്റിൽ, അതായത് ഫ്ലോർ ടു സീലിംഗ് നമ്മൾ അത് ഫുൾ ഹൈറ്റിലാണ് നമ്മൾ ആ ഒരു മിറർ പാനലിംഗ് നമ്മൾ ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു കൺസോളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ. സ്റ്റെയർ കേസിൻ്റെ ഏരിയയിൽ നമ്മൾ ഗോൾഡൻ PVD കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള സ്റ്റെയർ ഹാൻഡ് റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ വുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹാൻഡ് റെയിലിൻ്റെ എല്ലാ ബാലുസ്ട്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ തൂണുകളും നമ്മൾ ഗോൾഡൻ്റെ PVD ഫിനിഷിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പൂജ ഏരിയയാണ് പിന്നീട് നമ്മൾ നോക്കുന്നത്. പൂജ ഏരിയയുടെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ പൂജ ഏരിയ. ബോട്ടമായിട്ട് നമ്മൾ പൂജ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു കൺസോളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു 6 സീറ്റർ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ഇവിടെ നമ്മൾ ട്രാക്ക് ലൈറ്റ് തന്നെയാണ് ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വാഷ് ഏരിയയുടെ ഒരു വ്യൂ ആണ് ഈ സൈഡിൽ നിന്ന് കാണുന്നത്. വാഷ് ഏരിയ നമ്മൾ മിററിൻ്റെ 2 സൈഡിലും വോൾ ലൈറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര മാസം അല്ലെങ്കിൽ എത്ര സമയം വരും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റിൻ്റെ വലിയൊരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടായിരുന്നു നമുക്ക് 1.5 മാസത്തിനുള്ളിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളെപ്പോൾ മെസ്സേജ് ചെയ്താലും അതിനപ്പം തന്നെ ക്വിക്കായിട്ട് റിപ്ലൈ തരികയും അതുപോലെ തന്നെ ക്ലയൻറ്റ് നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളും ക്വിക്കായിട്ട് റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്രീനെസ്സോടുകൂടി നമുക്ക് ഓപ്പൺനെസ്സോടുകൂടി നമുക്ക് കാര്യങ്ങളെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും വേഗം തന്നെ സ്പീഡാക്കിയിട്ട് ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ നോക്കുന്നത് ഡൈനിങ് ഏരിയയുടെയാണ്. നമ്മൾ നേരത്തെ ഒരു ഏരിയയിൽ നമ്മൾ പൂജ ഏരിയയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഡൈനിങ് ഏരിയ. ഇത് നമ്മുടെ കോർട്ട്യാർഡിൻ്റെ അവിടുന്ന് സ്റ്റെയർ കേസിൻ്റെ അവിടത്തോട്ട് വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രൗൺ ബേജ് ഗോൾഡ് തീമിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് നമുക്ക് ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയിൽ നമ്മൾ വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അത് അടുത്തൊരു വ്യൂവിൽ ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. കിച്ചണാണ് ഇനി നമ്മൾ നോക്കുന്നത്. കിച്ചണും ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ ബേജ് കളറിൽ തന്നെയാണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ നമ്മൾ HDF PU പെയിൻറ് ഫിനിഷിലാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു കിച്ചണല്ല, പക്ഷേ ഒരു ഡീസൻറ്റ് സ്പേസ് ഉള്ള ഒരു കിച്ചണാണ്. വർക്കിംഗ് ട്രയാങ്കിളൊക്കെ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ഹോബാണെങ്കിലും സിങ്ക് ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് ട്രയാങ്കിളും പ്ലാനിങ്ങും ഒക്കെ നടന്നിട്ടുള്ളത്. കിച്ചണിലാണെങ്കിലും ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ നമ്മളൊരു ഗോൾഡൻ്റെ സ്ട്രിപ്പാണ് ഒരു ബോർഡറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൻ്റെ അപ്പർ ക്യാബിനറ്റ് നമ്മളൊരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഹുഡിൻ്റെ പുക കാര്യങ്ങളൊക്കെ പോകുന്ന വെൻറ്റ് പൈപ്പൊക്കെ നമുക്ക് ഈ ഒരു 90 സെൻറ്റിമീറ്റർ വരുന്ന ഈ ക്യാബിനറ്റിനുള്ളിലൂടെ കൺസീൽഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ അത് അതിലൂടെ കറക്റ്റായിട്ട് കൺസീൽഡ് ആയിട്ട് പോവുകയും ചെയ്യും. ഒരു ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ആയിട്ട് ലുക്ക് കിട്ടുകയും ചെയ്യും കിച്ചണെ. അങ്ങനെയാണ് നമ്മൾ കിച്ചൻ്റെ പാർട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത്. പിന്നീട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. വാഷ് ഏരിയ നമുക്ക് വരുന്നത് നല്ല ലെങ്ത്തിലുള്ള ഒരു മിററും അതിൻ്റെ 2 സൈഡിലായിട്ട് വോൾ ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ടൈലാണ് ഫിനിഷ് കാണിച്ചിട്ടുള്ളത്. ആ സെയിം ടൈൽ തന്നെയാണ് ഈ കൗണ്ടറിൻ്റെ ടോപ്പിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് കൗണ്ടർ ടോപ്പായിട്ട് വരുന്ന ഒരു വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ ഫിറ്റിങ്സ് ആണ് ഇതിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സ്റ്റെയർ ഏരിയയുടെ അവിടെ നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ. ഏറ്റവും മുകളിൽ അപ്പർ ലിവിങ്ങിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് വരുന്ന ഈ രീതിയിൽ നമ്മൾ വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബേർഡ്സും പ്ലാന്റ് ഒക്കെ കൂടുന്ന ഒരു വാൾപേപ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ്ങിൻ്റെ ഡിസൈനാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് റീഡിങ് സ്പേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് സൈഡിൽ നമ്മളൊരു വലിയൊരു ബുക്ക് സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TV കൺസോള് അതിൻ്റേതായിട്ടുള്ള സ്റ്റോറേജും കൂടിയാണ് നമ്മൾ ഈ ഒരു അപ്പർ ലിവിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് തന്നെയാണ് ഫോൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ്. മാസ്റ്റർ ബെഡ്റൂം ഒരു ഒലിവ് ഗ്രീൻ കളർ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാൾപേപ്പർ ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ബെഡ് ഹെഡിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു ഫ്ലോറലായിട്ടുള്ള ഒരു വാൾപേപ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും MDF
പാനലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളൊരു ഒലിവ് ഗ്രീൻ PU പെയിന്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്രൂവുകൾ ഉണ്ട്, അതിലൊക്കെ നമ്മൾ ഗോൾഡൻ സ്ട്രിപ്സ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് ആ ഒരു ഗോൾഡൻ തീം എല്ലായിടത്തും കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഗോൾഡൻ എലമെന്റ്സ് ഈ ഒരു ബെഡ് ഹെഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള. പിന്നെ ബെഡ് ഹെഡിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുതന്നെ ഫോൾ സീലിങ്ങിനാണെങ്കിലും നമ്മൾ ഗോൾഡന്റെ പ്രൊഫൈൽസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ വാർഡ്രോബിന്റെ ഏരിയ വരുന്നത്. വാർഡ്രോബിന്റെ ഏരിയ ആണെങ്കിലും നമ്മൾ ഗോൾഡൻ സ്ട്രിപ്സ് ഇതിലും വാർഡ്രോബിന്റെ ഓരോ ഷട്ടേഴ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ലൂവേർഡായിട്ട് കാണുന്ന ഈ ഒരു ഷട്ടേഴ്സ് ശരിക്കും ഹിഡൻ ആയിട്ടുള്ള മിററിന്റെ ഏരിയ ആണ്. അപ്പോൾ അവർക്ക് മിറർ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഹിഡൻ ആയിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ളപ്പോൾ ആ ഡോർ ഷട്ടർ തുറക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ഡിസൈനാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ്. ഗ്രീൻ ടൈലാണ് നമ്മൾ ഹൈലൈറ്റിംഗ് ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഏരിയയിലും ഒരു വൈറ്റ് മാർബിൾ തീമിൽ വരുന്ന ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാ സാനിറ്ററി ഫിറ്റിംഗ്സും മാസ്റ്റർ ബെഡ്റൂമിൽ ഗോൾഡൻ ഫിനിഷിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ നോക്കുന്നത് സൺസ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് സൺസ് ബെഡ്റൂം വരുന്നത്. ഒരു വുഡൻ തീമിലാണ് സൺസ് ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു വുഡൻ തീമിൽ ആ ഒരു റൂം ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു മാർബിൾ തീമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ലാമിനേറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മൾ ഒരു ഫുൾ ഹൈറ്റിലുള്ള ഒരു മിററും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മിററിന് നമുക്ക് ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്യുന്ന 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ആ ഡോറ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിറർ വിസിബിൾ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ റൂമാണ് ഈ ഒരു വില്ലയിൽ വെച്ച് ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇതാണ്. ഇത് അവരുടെ മോൻ്റെ റൂമാണ്. പിന്നെ ഇതിലും ഫോൾ സീലിംഗിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് അതുപോലെ തന്നെ കോവുലേറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ റൂമിൻ്റെ വാർഡ്രോബിൻ്റെ ഏരിയ. സ്ലൈഡിങ് വാർഡ്രോബാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു ഫുൾ ഔട്ട് എന്നുള്ള രീതിയിൽ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്തുകൾ സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ളൊരു സ്റ്റോറേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓപ്പൺ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ഏരിയയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ. ഈ ബെഡ്റൂമിലെ ടോയ്ലറ്റ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ടോയ്ലറ്റ് നമ്മൾ ഹൈലൈറ്റിംഗ് ടൈലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈലുകളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് ഏരിയയുടെ അവിടെ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു മൊറോക്കൻ സീരീസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും മിററിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ പോളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോർമൽ ക്രോം ഫിനിഷ് തന്നെയാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമുക്ക് ഗോൾഡൻ ഫിനിഷിൽ നമ്മൾ എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ വില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഡോട്ടേഴ്സ് ബെഡ്റൂമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കുറേ അധികം ചേഞ്ചുകളുടെ കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഏറ്റവും ഫൈനലായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റി. അപ്പോൾ ഇതൊരു അവരുടെ ഒരു കളർ കോമ്പിനേഷനൊക്കെ അവർ നമുക്ക് ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം ചെയ്തത്. അപ്പോൾ അവരുടെ മോളുടെ ബെഡ്റൂമാണിത്. അപ്പോൾ ഒരു പിങ്ക് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ടോട്ടലി ചെയ്തിട്ടുള്ളത്. ഇതിലും നമ്മൾ ബാക്ക് സൈഡിൽ പാനലിങ് MDFന്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾപേപ്പർ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വാൾപേപ്പറും ബെഡ് ഹെഡിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഒരു പ്രീമിയം ആയിട്ടൊരു ഒരു ഗേൾസ് അല്ലെങ്കിൽ ഒരു ഡോട്ടേഴ്സ് ബെഡ്റൂമും കൂടി നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡോട്ടേഴ്സ് ബെഡ്റൂമിൻ്റെ വാർഡ്രോബിൻ്റെ ഏരിയ വരുന്നത്. ഇതിലാണെങ്കിലും നമുക്ക് ഈ ഒരു ആർച്ച് വരുന്ന ഒരു ഏരിയ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള മിററിൻ്റെ ഒരു ഏരിയയാണ് വരുന്നത്. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് വാർഡ്രോബ് സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട്. ഇതിലും നമ്മൾ ഗോൾഡൻ്റെ സ്ട്രിപ്സ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ലോഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ലോഫ്റ്റുകൾ നമ്മൾ പ്രോലിഫ്റ്റ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ ഇപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ ട്രാവലിംഗ് ലഗേജ് ബാഗുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടുന്ന വലിയ ലോഫ്റ്റുകളാണ് നമ്മൾ ഈ ടോപ്പ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഡോട്ടേഴ്സ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഡിസൈൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈലൈറ്റിംഗ് ടൈലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയ കിറ്റ് ടൈലുകളുടെ തന്നെ ഒരു ആർച്ച് ടൈപ്പ് വരുന്ന ഒരു ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈൽ തന്നെയാണ്. ഏകദേശം ഒരു ടൈലിന് 180 രൂപയെങ്കിലും ഇത് വരുന്നുണ്ട്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ടൈലാണ്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ 2 സൈഡിലും വോൾ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഫിറ്റിങ്സ് നമുക്ക് SS അല്ലെങ്കിൽ ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇതും ഡോട്ടേഴ്സ് ടോയ്ലറ്റിൻ്റെ 2 സൈഡിലെ വ്യൂകളാണ് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ കോമൺ ടോയ്ലറ്റിൻ്റെ ഡിസൈനാണ്. കോമൺ ടോയ്ലറ്റിൽ നമ്മൾ ഹൈലൈറ്റിംഗ് ടൈലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് മൊറോക്കൻ സീരീസിൻ്റെ ടൈൽ തന്നെയാണ്.
അപ്പോൾ ഒരു ബാക്ക് വോളും അതുപോലെ തന്നെ ഫ്ലോറും നമ്മൾ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത് ഈ മൊറോക്കൻ വോൾട്ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഡിസൈൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനാണ്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കിയിട്ടുള്ള ഫോർമൽ ലിവിങ്. ഇതാണ് അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് കിച്ചൺ വരുന്നത്. പിന്നെ ഇതൊരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഡിസൈൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്ന ഏരിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അപ്പർ സ്റ്റഡി ഏരിയ വരുന്നുണ്ട്, അതുപോലെ അപ്പർ ലിവിങ് ഏരിയ വരുന്നുണ്ട്, പിന്നെ സൺസ് ബെഡ്റൂം, അതുപോലെ തന്നെ ഡോട്ടേഴ്സ് ബെഡ്റൂം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് സ്റ്റെയർ ഏരിയ വരുന്നത്. അപ്പം അത്ര വലിയൊരു വീടല്ല, ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് വീടുള്ളൂ. പക്ഷേ ഉള്ളത് ഏറ്റവും പ്രീമിയം ആയിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡിസൈനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.